നമ്മുടെ വീട്ടിൽ കൃഷി നശിപ്പിക്കാനായിട്ട് ആളുകൾ അതിനെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയോ? അയ്യോ, അതിന് ഏറ്റവും വിഷമമായ ഒരു കാര്യം റംബുട്ടാൻ. ഈ റംബുട്ടാൻമേ നിറച്ച് മഴ തുടങ്ങിയെങ്കിലും കൂടിയിട്ട് നോക്കി നമ്മുടെ പച്ചക്കറികൾ നല്ല ഭംഗിയില്ലേ? ഉറക്കം കഴിക്കണ പോലെ തന്നെയല്ലേ ചേട്ടാ? എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വായോട്ടാ. അമ്മയുടെ കുട്ടിപ്പട്ടാളങ്ങളെ നല്ല മക്കളായിട്ടിരിക്കുന്നുണ്ടല്ലോ ഇന്ന്. നല്ല കുട്ടികളായിട്ടിരിക്കണല്ലോ. അമ്മയുടെ കയ്യിൽ കത്തിയാ എൻ്റെ മക്കൾ മേലേക്ക് കയറണ്ട. ഇപ്പോൾ നല്ല മഴയൊന്നും ഇല്ല കേട്ടോ. ഇന്ന് രാവിലെ കാലത്ത് വലിയ തിരക്ക് എന്താ പറയുക, മഴയുടെ ശല്യമൊന്നുമില്ല. അങ്ങനെയാകുമ്പോൾ എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ നല്ല കുട്ടികളായിട്ടിരിക്കും. മഴ പെയ്ത് തുടങ്ങിയൊരു സ്വഭാവം മാറൂട്ടാ. ഇതെന്താ ഇവിടെ? മച്ചിങ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇപ്പം നമ്മൾ രാവിലെ അയച്ചു വിടുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയിലായിട്ടാ. ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. പിന്നെ ഇപ്പോൾ പോയിട്ട് ഇതാ ഓരോന്ന് കൊണ്ടു തുടങ്ങി എൻ്റെ കുട്ടികൾ. അയച്ചിടാ മർഡോണ മോനെ, ബോൾട്ട് കുട്ടാ, മെസ്സി കുട്ടാ, റൊണാൾഡോ, നെയ്മർ കുട്ടാ, പ്ലാറ്റിനം മോനെ. എവിടെ കല്യാണി? എൻ്റെ കല്യാണി കുട്ടി എവിടെ? കല്യാണി കുട്ടിയാണല്ലോ. കല്യാണി കുട്ടി അയച്ചടാ. കല്യാണി കുട്ടി പാവോ. എന്താ കല്യാണി കുട്ടി ചൂടുകൂടി കിടക്കണേ? അല്ലപ്പം വിടും പാൻറ് വിടടാ. അയ്യോ, ഈ കീരിപ്പല്ലുമ്പോൾ കുളത്തി കഴിഞ്ഞാൽ വിടില്ല. കല്യാണി കുട്ടി എന്തോ ഒതുങ്ങി എടുക്കണീ. ഓ കിടന്നോട്ടാ. കിടന്ന് എൻ്റെ മോളവിടെ കിടന്നു. ഇനി എന്നെ വിട്, ഞാൻ പോട്ടെ. ഉടുപ്പ് വിടടാ. എല്ലാതും ഓരോ മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കണേ. കാരണം ഇവരിത് മുഴുവനൊക്കെ നശിപ്പിക്കലോ. അത് കൊടുക്ക്. ഇവിടെ ഉടുപ്പ് കീറും. ഞാൻ ഇവിടെ അടുത്തൊരു തുണിക്കടയുണ്ട്, ഒരു മേച്ചേരി. അത് ഫുള്ള് ഞാൻ മേടിക്കണേ വരുന്നോന്നുണ്ട്. ഇവർ വലുതായി വരുമ്പിക്കും ഇവരെ കീരിപ്പല്ലുമേ കുളത്തി കഴിഞ്ഞാലേ പിന്നീണ്ടല്ലോ ഇവർക്ക് അത് ഇവർ വിചാരിച്ചാലും വിടില്ല, ചെയ്യാൻ തോന്നില്ലേ. കാരണം ഭയങ്കര രസമല്ലേ കളികൾ. വിട്, ഞാൻ പോയിട്ട് വരാം. എസ്സി കുട്ടാ, അടി വേണ, അടി വേണ, അടി വേണോ, അടി വേണോ, അടി വേണോ, അടി വേണോ. പോട്ടെ, ഞാൻ പോയിട്ട് വരട്ടെ. ഓ രക്ഷപ്പെട്ടു. ഇവിടെ നല്ല വെള്ളക്കാരനെ വലിയ ഇഷ്ടമല്ല ഇങ്ങോട്ട് വരാനായിട്ട്. മഴ തുടങ്ങിയാലേ നമ്മുടെ പറമ്പിലേക്ക് വരുമ്പോഴേ ഭയങ്കര സങ്കടമായിട്ടാ. കാരണം നമുക്കറിയാം നമ്മുടെ പറമ്പ് മഴ പെയ്ത് തുടങ്ങി ഉറപ്പിടിക്കുന്നൊക്കെ അറിയാം. എങ്കിലും കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും നമുക്കത്. ഇപ്പം ഈ ചോളം നോക്കിയാൽ ഞാൻ കവറൊക്കെ ഇട്ട് നിർത്തിയിരുന്ന ചോളം തന്നെയായിരുന്നു. എന്നിട്ട് പോലും കവറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കണ്ട തിന്ന് പോയി. അങ്ങനെ ഇനി ഒന്നും പറ്റില്ല, ഒക്കെ നാശമായി. ഇപ്പം 2-3 ദിവസമൊക്കെ അടുപ്പിച്ചൊരു മഴ നിന്നോടുകൂടി എന്താ പറയുക, നമുക്ക് എപ്പോഴും ഓടി വന്ന് എപ്പോഴും ഓടി വരാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചോളം നശിച്ചു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചോളം കഴിക്കുന്നത് അണ്ണന്മാരാട്ടോ. അണ്ണന്മാരത് ഇങ്ങനെ എങ്ങനെയാലും കുത്തിത്തിരിക്കും. പിന്നെ മഴയൊക്കെ ആയപ്പോൾ അവർക്കും തിന്നാനൊക്കെ കുറവായിട്ടുണ്ടാവും. എങ്ങനെയാണാവോ. അപ്പോൾ ഈ വട്ടത്തെ ചോളം ഒന്നും കിട്ടിയില്ല. പിന്നെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയോ? അയ്യോ, അതിന് ഏറ്റവും വിഷമമായ ഒരു കാര്യം നോക്കിയേ. നല്ലൊരു പപ്പയായിരുന്നു, നിറച്ച് പപ്പായായിരുന്നു. നമുക്ക് സങ്കടം വരും കണ്ടു കഴിഞ്ഞാൽ. കണ്ടാ തുരുതുരാന്ന് വേണ്ട നല്ല വലിയ കായകളാണേ. കണ്ട നല്ല വലിപ്പമുള്ള കായകൾ. ഇതൊക്കെ വലുതാവേണ്ടതാ. അപ്പം അങ്ങനെ തന്നെ മറിഞ്ഞിട്ട് ഇതാ വെണ്ട കടക്കിലേക്കൊക്കെ വീണ് നോക്കണത്. വെണ്ടയ്ക്ക് കുറെ പോയിട്ടുണ്ട്. നല്ല വെണ്ടയായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് നല്ല കാറ്റുണ്ടല്ലോ മഴ വരുമ്പിക്കും. നല്ല വെണ്ടയായിട്ട് എന്ത് ഭംഗിയിൽ നിന്നിരുന്ന വെണ്ടയായിരുന്നു. അതേ മഴ തുടങ്ങി. അപ്പോൾ കൊടയും മുറൊക്കെ ആവശ്യമുണ്ട്. അത് എടുത്തിട്ട് ഓടി വരാട്ടാ. നമ്മളുണ്ടല്ലോ ഇതാ ഓടിപ്പോയി ഒരു കോട്ടയും മുറൊക്കെ എടുത്ത് വരുമ്പോഴേക്കും മഴ പോയിട്ടാ. മഴ എങ്ങനെയാണ് പെയ്യുമ്പോൾ ഒരൊറ്റ കോരി ഒരിക്കുന്ന പോലെ മഴ പെയ്യും, പിന്നെ അത് നിൽക്കും. പക്ഷെ നമുക്ക് അതായിട്ട് നല്ലത്. കാരണം എന്താണെന്നറിയോ, അങ്ങനെ പെയ്യുന്ന മഴയാകുമ്പോൾ വെള്ളം പറമ്പിൽ നിന്ന് പോയി കിട്ടും. പക്ഷെ നിന്നോണം പെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെള്ളം ഇങ്ങനെ കെട്ടി കൊടുക്കും കേട്ടാ. അപ്പം ഞാൻ കുട എന്തെങ്കിലും ഇവിടെ സ്ഥലത്ത് കുളത്തിലിട്ടെ. വെണ്ടക്കായ ആദ്യം ഞാൻ വിചാരിച്ചത് അമ്മ സാമ്പാറിലേക്ക് വെണ്ടക്കായ എന്തെങ്കിലും പൊട്ടിച്ചുകൊണ്ടിരാന്നല്ല പറഞ്ഞത്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ ഇടയിലുള്ള വെണ്ടക്കായൊക്കെ പൊട്ടിച്ചെടുക്കാം. ഇതിവിടെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ പ്ലിങ്ങി കിടക്കുക വെണ്ടക്കായ. എങ്ങനെ പൊട്ടിക്കുകയെന്ന് ഞാൻ നോക്കണേ. നല്ല നീളം
നീളം വരുന്ന വെണ്ടയാണ് നമ്മുടെ. ഇത്രയും നീളം വന്നാലും നല്ല ചള്ളാട്ടാ. പക്ഷെ ഞാനിത് നമ്മുടെ എന്താ പറയുക പപ്പ വീണ കാരണേ ചെറുതായാലും ഞാൻ അരിഞ്ഞെടുക്കുക. ഞാൻ അപ്പുറത്തോടെ പോകണം, അവിടെയാണ് കൂടുതൽ പ്ലിങ്ങിയെടുക്കണേ. കണ്ട എന്തിട്ട് നല്ല വേണ്ടായിരുന്നു, വിഷമം തോന്നുക. കാരണം നമ്മളത് വളർത്തി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല, ഒരു കേട ഒന്നുമില്ലാണ്ട് എന്ത് രസമായിട്ട് നിന്നിരുന്നൊരു വെണ്ടയിരുന്നറിയോ. ഇനിയിപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒരു വെണ്ട പിടിച്ച് കിട്ടുക ഇത്രയും വളർന്നു വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് മഴക്കാലം ആകുമ്പോഴേക്ക് ഇത്രയും വളർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് വേനൽ വരെ നമുക്ക് ഇതുമ്പോൾ ആവശ്യത്തിന് നമുക്ക് ഇതേപോലെ ഒരു സാമ്പാറിനോ ഒരു ചെറിയൊരു ഉപ്പേരിക്കൊക്കെ ആയാലും നമുക്ക് ഇങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ എത്രയും വേണ്ട കിട്ടി. അപ്പോൾ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലാം പൊട്ടിക്കണ്ട, ഓടി വന്ന് അത്യാവശ്യത്തിന് പൊട്ടിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ നമ്മൾ മഴ തോർച്ചയുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരുവിധം കുറച്ച് പച്ചക്കറികൾ പൊട്ടിക്കേണ്ട. അപ്പോൾ അതെല്ലാം ഇനി പൊട്ടിച്ചെടുത്തിട്ട് കയറണമല്ലോ. അമ്മയ്ക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ സാമ്പാർ വയ്ക്കാനായിട്ട് ഇത്തിരി വേണ്ടയും 4 വഴുതിനെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ഞാൻ പൊട്ടിച്ചുകൊണ്ട് കൊടുത്തുട്ടാവും. ഇനി കുറച്ച് ചോപ്പിച്ചീര അരിഞ്ഞെടുക്കാം, ഇവിടെ തന്നെ അരിഞ്ഞ് പോവാം. ഇതൊന്നല്ല കേട്ടാ, കാണുമ്പോൾ വിഷമമുള്ള വേറൊരു സംഭവം കൂടി നമ്മുടെ പറമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര വിഷമമാണ്, ഞാൻ കാട്ടിത്തരാം. അത് എൻ്റെ ഇവിടുത്തെ ഈ ഭാഗത്തേക്ക് ആവശ്യമുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ട് അങ്ങോട്ട് പോവാം നമുക്ക് ലാസ്റ്റ്. ഇപ്പോഴും കണ്ടാ നമ്മുടെ ബ്രൊക്കോളിനൊക്കെ നിൽക്കണേ. ഇതുമൊക്കെ ഈ ബ്രൊക്കോളിനൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് നമ്മൾ മുട്ട ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ 2 ഇലയൊക്കെ അതിൽ അരിഞ്ഞിട്ടാലേ ഓംപ്ലേറ്റിനൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്, അത്രയും രസമാണ്. അപ്പോൾ കുറച്ച് ചുവപ്പ് ചീര അരിയട്ടെ. ഇനിയിപ്പോൾ ചീരകൾക്കും കേട് വരും, പക്ഷെ നമ്മളിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലേ പുതിയ ഇലകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കേട് അധികം ഇല്ലാണ്ട് നമുക്ക് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, അത് നശിച്ചു പോവാണ്ടേ. മഴ ചാടി തുടങ്ങിയിട്ട് നമുക്ക്. അപ്പോൾ ഞാനേ ഈ കുറച്ച് ചീര അരിയാണുള്ളൂ. ഇവിടെ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുവപ്പ് ചീര, ചേച്ചി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മതി സ്മിതയെന്ന് വേണ്ടായിരുന്നു, അപ്പോൾ അത്ര അരിയണുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ വഴുതിനിങ്ങ നന്നായിട്ടുണ്ട് പൊട്ടിക്കാനായിട്ട്. വഴുതിനിങ്ങ അരിയണേക്കാളും മുന്നുണ്ടല്ലോ, നോക്കിയത് നല്ല ഭംഗിയിൽ ഇപ്പം നിൽക്കേണ്ട ഈ ചീര. ഇത് മരിയാറായിട്ടുണ്ട്, ഇത് പരിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നാശമാവും. ഇത് നമ്മുടെ തിരുവനന്തപുരക്കാരുടെ ചീര കേട്ടാ, വ്ളാത്താങ്കര ചീര എന്ന് പറയാറില്ലേ, തിരുവനന്തപുരക്കാരുടെ ചീര എന്ന് ആ ചീര ഉള്ളത്. അപ്പോൾ ചിലപ്പോഴേ നാശമായില്ല. അപ്പോൾ ഇത് ഇവിടെ അരിഞ്ഞെടുക്കാം നമുക്ക്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളില്ലേ നമ്മുടെ കൂടെ പറമ്പിലേക്ക് വരെ നോക്കുന്നുണ്ട് കേട്ടാ. ഞാൻ ഒരാളും നല്ല ഒരു 7 പേരല്ല, 7 പേരെ ഇതിനുള്ളിലേക്ക് കറക്റ്റ് എന്തായിരിക്കും സ്ഥിതി. അവിടെ തന്നെ എന്താ ചെയ്യേണ്ടതെന്നില്ല. അപ്പം അതിൻ്റെ പറമ്പൊക്കെ ഒരു നിമിഷം നേരം കൊണ്ട് അവർ ഇല്ലാണ്ടാക്കും. അപ്പം അത് കാലം ഇങ്ങോട്ട് കറത്താണ്ട് നോക്കട്ടെ അവരെ. നോക്കി എന്തൊരു ഭംഗിയാ എന്താ. ചെറുതായിട്ട് വീണ്ടും മഴ തൂലി തുടങ്ങിയിട്ടാ. നോക്കിയേ വഴുതിനിങ്ങ, ഈ വഴുതിനിങ്ങയൊക്കെ ആകെ 2 എണ്ണം മതിയിട്ട് നമുക്ക് കറി വയ്ക്കാനായിട്ടതേ. നോക്കിയേ നല്ല നീളം വേണ്ടി താഴ്ത്തത് കണ്ട ഒരാൾ നില മുട്ടിയോണ. ഇവരെ മഴ പെയ്തപ്പോഴേ ഒക്കെ ചാഞ്ഞു. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് വേണം നമുക്ക് പതുക്കെ ഒരു വടിക്കും കൊണ്ടുവന്ന് ഇന്ന് തന്നെ അത് കുത്തിക്കും കൊടുക്കണം, നിവർത്തി വയ്ക്കണവരെ. നോക്കി ഇപ്പുറത്ത് നോക്കി വരണം, എന്തൊരു വലുതാ ഉണ്ടാ. നോക്കിയേ വഴുതിനിങ്ങയുടെ വലിപ്പം. പിന്നെ അതേപോലെ നമ്മുടെ സാധാരണ എപ്പോഴും നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കറുപ്പ് വഴുതിനിങ്ങ, അതൊക്കെ ആയിട്ട് ഒന്ന് പൊട്ടിക്കാനുള്ളത്. പൊട്ടിച്ചെടുക്കാം.
ചെറിയ മഴച്ചാറുണ്ട്. കുട്ടിപ്പട്ടാളങ്ങളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കിയേ വഴുതിനിങ്ങയുടെ ഒരു ഭംഗി എന്താ. നോക്കിയാൽ പുതിയതായിട്ട് ഇതൊക്കെ ഈ ഒരു കടയുമ്പത്തെ വഴുതിനി കാട്ടിയിട്ട് കേട്ടോ. ഇത് ആദ്യമായിട്ടായിട്ട് ഉണ്ടാവണേ. ഈ വഴുതിനിങ്ങ ഈ ഒരു വലിപ്പമല്ല കേട്ടോ വരിക, നല്ല വലിപ്പം വരും. അങ്ങനെയാണ് പറഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ വിത്ത് കിട്ടുകയാണ് ഇത്ര വലിപ്പമുള്ളത്. വേഗം വടിക്കും കുത്തി കൊടുത്തില്ലെങ്കിലേ ഇവർക്ക് നാശവും. ഇനി അവിടെ കുറച്ചും കൂടി ഇട്ട് അതൊക്കെ അരിഞ്ഞെടുക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ഒരു പൈനാപ്പിൾ കൂടി പൊട്ടിക്കാനുണ്ട്. പൈനാപ്പിൾ പറഞ്ഞാൽ നാശമായി പോയി. ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ മഴ നിൽക്കല്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് അറിയില്ല. അതിൻ്റെ തണ്ടുമെന്ന് ഇങ്ങനെ വിട്ടിട്ടേ അതാ കണ്ട ഇത് പൊട്ടിക്കണില്ല. തണ്ടുമെന്ന് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കണ്ട. അങ്ങനെ ചീഞ്ഞ് പോയതാട്ടോ, ഒന്നും കടിച്ചിട്ടുള്ളതല്ല കണ്ട. തണ്ടുമെന്ന് ഉരി വീണ് പോയി. നമ്മുടെ ഒരു ശ്രദ്ധ കുറവാട്ടോ അത് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴത്തെ ഇതാ ഒരാൾ ഉണ്ട് പൊട്ടിക്കാൻ. പൈനാപ്പിൾ നമ്മളിങ്ങനെ നടണ കാരണമില്ലേ, വേനലെന്നോ വർഷമൊന്നും അല്ല, നമുക്ക് എപ്പോഴും ഉണ്ടായി കിട്ടും. കണ്ട നോക്കി പഴുത്തു. ഇപ്പം നോക്കിയേ കണ്ട, ഞാൻ അത് കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാൽ അത് പൊട്ടിക്കാറും. അതിൻ്റെ അപ്പുറത്തുണ്ടായി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ അറ്റ വരെ നമ്മൾ വെച്ച് കൊടുത്താൽ അവിടെയൊക്കെ ഇങ്ങനെ ചെറുതൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞാനിത് മുറിച്ചെടുക്കട്ടെ. ആ പൈനാപ്പിളേ മുറിക്കുമ്പോൾ എന്നിട്ട് കുഴപ്പമെന്ന് അറിയോ, ഇതിൻ്റെ മുള്ളൊക്കെ നിറച്ചല്ലേ നമ്മുടെ കൈമ കുത്തുക, മുള്ള് കയറിയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് മുറിക്കണം. അതെ എന്തോ ഇങ്ങനെയാ നല്ല പൈനാപ്പിള്. പറമ്പിൽ നല്ല സേവനമാരൊക്കെ ഉണ്ട്. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ പറമ്പിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ട് കേട്ടോ. കൂടുതൽ നമ്മൾ മഴക്കാലത്ത് നമ്മുടെ ഈ വീട്ടിലത്തെ പറമ്പിൽ അധികം പുതിയതായിട്ട് ഇനി അങ്ങനെ വെച്ച് കൊടുക്കുകയൊന്നും ചെയ്യില്ല. കാരണം അവിടെ വെള്ളം നിൽക്കുമല്ലോ. നമ്മുടെ അവിടുത്തെ പറമ്പിലേ അവിടെയാണെങ്കിൽ നമ്മൾ കൂടുതൽ വല്ല പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുള്ളൂ കേട്ടോ. ഇനി ഉണ്ടല്ലോ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, നമുക്ക് ഭയങ്കര സങ്കടം വരുന്നൊരു കാര്യം. അതെന്താണെന്നറിയോ? നോക്കിയേ, ഞാൻ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, കൈ പിടിച്ചിട്ട് വേണ്ട, അല്ലാതെ കാട്ടിത്തരാം. ഇത് നമ്മുടെ എന്താ പറയുക റംബുട്ടാൻ. ഈ റംബുട്ടാൻമേ നിറച്ച് കായായിരുന്നു. ഈ റംബുട്ടാൻമ മാത്രമല്ല, നമുക്ക് വേറെ 3 റംബുട്ടാനുണ്ട്. 3 റംബുട്ടാൻമ നിറച്ച് കായ. പക്ഷെ നോക്കിയേ ഭയങ്കര സങ്കടം. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ. മറ്റേത് നമുക്ക് കിളികൾ അവരൊക്കെയാണ് കൂടുതൽ ഇതിങ്ങനെ തിന്നിട്ട് അങ്ങനെ പോവാറ്. പക്ഷെ ഇതങ്ങനെയല്ല, കുറേ കൊഴിഞ്ഞു നോക്കുകയാണ്. അതായത് ഇങ്ങനെ പിടിച്ച് വലിച്ചിടില്ലേ, അതേപോലെ. ഇപ്പോൾ നോക്കി ഈ ഒരു താഴ്ത്ത് കിടക്കണതൊക്കെ ഇട്ട് അതൊക്കെ പാകമായി തുടങ്ങിയതാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇപ്പം ഈ പ്രായം കണ്ട നല്ല വലിപ്പമുള്ളതാട്ടാ. നോക്കിയേ ഇത്രയും വലിപ്പമുള്ളതാ. എൻ്റെ കൈമ അത് പിടിച്ചതിൻ്റെ അഴുക്കാട്ടാ. നല്ല വലിപ്പമുള്ള കായാണ്, തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇപ്പം എന്താ നോക്കിയേ, പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കിളികളും അവരുടെ വക കുറേ തിന്നണുണ്ട്. അതെ കണ്ട, ഇതൊക്കെ കണ്ടറിയാം നമുക്കിതാ. തിന്നു പോയി നോക്കുന്നത്, തിന്നു പോണത് പോയത് വേറെ. പക്ഷെ ഇവർ തിന്നുമ്പോൾ കുറേ വലിച്ചിടുക, എന്താണെന്നറിയില്ല, നിറച്ച് കൊഴിഞ്ഞെടുക്കുക. ഇതിൻ്റെ മാത്രമല്ല നോക്കി അപ്പുറത്തുള്ളത്. അത് ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, നമുക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം കയറുമ്പോൾ നമുക്കറിയാം ഒരു പിടിക്കും, അല്ലെങ്കിൽ കാറ്റത്ത് എന്തെങ്കിലുമൊക്കെ മറിഞ്ഞ് വീഴുന്നൊക്കെ അറിയാം. പക്ഷേ ഇത് ഒരിക്കലും
ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനെ ഒരു ഇത് വരുന്നുള്ളത്. നോക്കിയേ, കുറച്ച് കൊഴിഞ്ഞെടുക്കുക. സങ്കടമായി എനിക്ക് ശരിക്കും ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ റംബൂട്ടാൻ്റെ മരം പടിയാട്ടാ. അത് നമുക്ക് നോക്കിയാൽ താഴത്ത് തന്നെ അങ്ങനെ ഉണ്ടാവും. മുകളിലേക്ക് അതിൽ നമുക്ക് ഇങ്ങനെ തൊട്ട് അങ്ങനെ ഭയങ്കര താഴത്തുനിന്ന് തൊട്ട് മുകളിലേക്ക് വരെ ഉണ്ടാവും. പക്ഷേ ഉണ്ടല്ലോ ഇപ്പോൾ ഈ കാണുന്ന വലിപ്പമുണ്ടല്ലോ, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിപ്പോൾ നമ്മൾ പഴുത്തിട്ട് പൊട്ടിക്കേണ്ട ടൈമായിരുന്നു. പക്ഷേ നമുക്ക് നെറ്റ് ഇടാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചേട്ടൻ ഞാൻ അന്ന് നെറ്റ് മേടിക്കാൻ പൈസ കൊടുക്കുമ്പോൾ ചേട്ടനോട് പണ്ടായിരുന്നു, ചേട്ടൻ വേഗം കൊണ്ട് ഇട്ടോളൂ കേട്ടോ, കാരണം അത് പാകമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചേട്ടന് എന്താ പറ്റിയെന്ന് അറിയില്ല. ആ ചേട്ടനെ കുറിച്ച് ഫോണൊന്നും വിളിച്ച് കിട്ടണില്ല. നമ്മുടെ ആ ഫസ്റ്റ് ട്രിപ്പിലത്തെ റംബൂട്ടാൻ മുഴുവൻ എന്താ താഴെ വീണ് അതൊക്കെ നാശമായി പോയി. പിന്നെ ഇപ്പോൾ നോക്കിയേ, ഈ മഴയിൽ എന്താണെന്നറിയില്ല ഇതിൻ്റെ അടിയിലത്തെ ഫുള്ള് വീണ് എടുക്കണ്ട. അത് ആ ഫസ്റ്റ് ട്രിപ്പ് നമുക്കൊന്നും കിട്ടില്ല. കണ്ട അതെ ഇതും കണ്ട ഇതേപോലെ വലിയ നീളം വരുന്ന റംബൂട്ടാണ് നമ്മുടെ. ഇതൊക്കെ ഇതാ കിളികൾ തിന്നിട്ട് ആ ഫസ്റ്റ് ട്രിപ്പ് ഫുള്ള് അങ്ങനെ കിളികൾ തിന്ന് പോയി. അങ്ങനെ നമുക്ക് ഈ വട്ടത്തെ റംബൂട്ടാൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടായത് ഒന്നും കിട്ടിയില്ല. സെക്കൻഡ് ട്രിപ്പ് ഉണ്ടായതാണ് ഇപ്പോൾ 2 മരത്തുമ്പത്തി ഇതേപോലെ കുറേ കൊഴിഞ്ഞത്. നമ്മൾ പറഞ്ഞല്ലോ സെക്കൻഡ് ട്രിപ്പ് കുറേ കൊഴിഞ്ഞു എന്ന് പറയായാലും തന്നെ നമ്മുടെ മരത്തുമ്പോൾ നോക്കിയാൽ ഇപ്പോഴും നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതായത് അത്രയധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ തൂങ്ങിയോണായിരുന്നു. ഇത് കൊഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ചില്ലകൾ ഒടിഞ്ഞ് വീഴായിരിക്കാം. അതുകൊണ്ടാണ് എന്താണെന്നറിയില്ല കുറേ കൊഴിഞ്ഞാലും ഇപ്പോഴും നിറച്ചുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു വിഷമം. ഇങ്ങനെ അതൊക്കെ ഇത്രയും അധികം ഉണ്ടായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോണ് കാണുമ്പോഴേ. ഇനിയിപ്പോൾ നമുക്ക് പൊട്ടിച്ച് നമ്മുടെ പച്ചക്കറിയൊക്കെ ഇട്ട് നമുക്ക് വീട്ടിൽ കയറാം. നമ്മളെ പറമ്പിലേക്ക് വരുമ്പോഴേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ നോക്കി കിടക്കണേ. മിണ്ടി എണീറ്റ് വരും കേട്ടാ. കണ്ടോ കിടപ്പ് കണ്ട. എല്ലാവരും ഇവിടെ നോക്കി ഇങ്ങോട്ടാ ശ്രദ്ധിച്ച് കിടക്കണേ. ഞാനൊരു വിളിക്കേണ്ട താമസമല്ല ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. വിളിക്കണേ ഇല്ല, അവിടെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ എന്താ ശ്രദ്ധ. ഒരു ദിവസം പറമ്പിലേക്ക് കൊണ്ടുവന്നാലേ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, പിന്നെ അവര് നമ്മളിങ്ങോട്ട് കടക്കണ നോക്കി കിടക്കും നമ്മുടെക്കാളും മുന്നിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. എന്താ അല്ല ഇന്ന് മുട്ടയിട്ടുണ്ടാ? വരണ്ട് എടുക്കാൻ വരണ്ട്. നോക്കിയേ നമ്മുടെ മഴ തുടങ്ങിയെങ്കിലും കൂടിയിട്ട് നോക്കിയേ നമ്മുടെ പച്ചക്കറികള് നല്ല ഭംഗിയില്ലേ. അപ്പം ഇനി നമുക്ക് കോടയെടുത്ത് പോവാം. എൻ്റെ കുട്ടികൾക്കുള്ള തരുന്നുണ്ട് കേട്ടാ. തരുന്നുണ്ട്. അച്ചടാ അമ്മയുടെ കുട്ടിപ്പട്ടാളങ്ങൾ അമ്മ കോട ചൂടി വരുന്നുണ്ട്. അപ്പം എന്താന്ന് വിചാരിച്ചോ? ഇങ്ങോട്ട് വരണ്ട. അയ്യോ ചെളിയാവും. അമ്മ അങ്ങോട്ട് വരാം. പിന്നെ എന്നെ ഒന്നും ചെയ്തിരിക്കോട്ടെ, എൻ്റെ കയ്യിൽ പച്ചക്കറികളൊക്കെ ഉണ്ട്. സ്നേഹപ്രകടനമൊക്കെ ഇതവിടെ കൊണ്ടുവച്ചിട്ടാവാം. ഒരു കാര്യം കാട്ടി തരാം കേട്ടാ. ഈ കോട കണ്ടിട്ടില്ലല്ലോ. ഹായ് നോക്കിയേ. രക്ഷപ്പെട്ടു. കൊട കാട്ടി എല്ലാവരും അതുമിക്ക് നിന്നു. ഞാൻ പതുക്കെ അകത്തേക്ക് കയറട്ടെ. അമ്മയുടെ മക്കള്, അമ്മയുടെ ചുക്കുട് മക്കള്. അങ്ങനെ അമ്മ വരാട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ. അച്ഛോ എന്നെ കടത്തണം. അതെ വാദിക്ക കിടന്നു. ഇനിയിപ്പോൾ അമ്മ കിടക്കില്ലല്ലോ അല്ലേ? എന്താ സൂത്രം നോക്കാം. അവിടെ കിടന്നു. ഞാൻ അങ്ങോട്ട് കയറില്ലല്ലോ. അമ്മയുടെ മുത്തുകള് അമ്മ പോയിട്ട് വരാട്ടാ. അമ്മ ഇതിലെ കിടക്കാം. ഓടിക്കിടക്കട്ടെ. അമ്മയുടെ സൂക്കുട് പണികളേ, അമ്മേനെ കടത്തണി. അച്ചുടാ സങ്കടം വന്നു. അമ്മ തൊടാണ്ട് പോയേനെ. തൊട്ടിട്ട് പോവാട്ടാ. തൊട്ടിട്ട് പോവാം. അവിടെ കൊണ്ടുവച്ച് വാ തൊടാം. എൻ്റെ പൊന്നു മക്കളെ തൊടാണ്ട് പോയി. സങ്കടമുണ്ട്. ഞങ്ങൾക്ക് സങ്കടമുണ്ട്.
ഞാനൊന്ന് ഇവിടെ ഇരുന്ന് തരാം. സ്നേഹപ്രകടനമൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് തീർക്കാം. അമ്മ എനിക്ക് ഇരിക്കത്തിരി സ്ഥലം തരൂ, ഇരിക്കത്തിരി സ്ഥലം തരൂ. ഓ എന്താടാ മർഡോണ, ഇവനിപ്പിന് പണക്കക്കാരൻ കല്യാണി കുട്ടി ഞാൻ അടുത്ത പണക്കക്കാരനെ മർഡോണ. ഞാൻ പച്ചക്കറി കയ്യിലുള്ള കാരണമല്ലടാ നിന്നെ തൊടാണ്ട് പോയേ. അവർക്ക് നോക്കിയേ കയറ്റി പിടിച്ചിട്ട് ഓക്കെ. ഇത്രയും പേര് എന്നെ സ്നേഹിക്കാൻ നീ അവിടെ കയറ്റി പിടിച്ച് വിഷമിച്ചിരിക്കുക. അവർക്ക് സങ്കടം കണ്ട. ഞാൻ കയ്യിൽ പച്ചക്കറി അല്ലായിരുന്നേ, അവൻ തൊടാണ്ട് പോയാലാണ് ഈ സങ്കടം. എന്തൊക്കെ ഇവരെ ഭാഗത്തുനിന്ന് കാണാവും. അയ്യോ കാലത്ത് തൊട്ടു എത്ര പ്രാവശ്യം എൻ്റെ കുട്ടികളുടെ അടുത്ത് ഇരുന്ന് പോണേ. എന്നിട്ടും സങ്കടം തന്നില്ലേ മർഡോണ ഡാ. അയ്യോ നോക്കിയാ ഓ വാ 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 ഇവിടെ ഇരുന്ന് ഈ തോളത്ത്. ഓക്കെ റെഡി അയ്യാ, സമാധാനയ്യാ. ഞങ്ങൾ ആരമ്മേനെ കൂടുതൽ സ്നേഹിക്കണേ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഫുള്ള്. എല്ലാവരും സ്നേഹിക്കണ്ടോ കുഞ്ഞോ. വോട്ട് മോനോ വോട്ട് 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 നോക്ക് വോട്ട് കടിക്കല്ലേ വോട്ട് വോട്ട് എൻ്റെ പൊന്നേ വോട്ട് കൂട്ടെ. നീ എന്തിനാ അയ്യോ കറിയണ്ട വടുക്കടുക്കാം. എന്താ സങ്കടോ സങ്കടം തോന്നാത്ത എന്തിനാ സങ്കടോ. അവിടെ ആള് സങ്കടമായിട്ട് എൻ്റെ മോനു. ഓ കല്യാണി കുട്ടിയും മെസ്സിക്കുട്ടനെയും എല്ലാവരും തൊട്ടു, പ്ലാറ്റിനി കുട്ടനെയും റൊണാൾഡോ കുട്ടനെ തൊട്ടു. ഞാൻ മർഡോണേനെ നോക്കിയാൽ പിണങ്ങി എടുക്കണം നോക്കിയേ. അവനൊന്ന് തൊടട്ടെ പോയിട്ടമ്മ. അവനൊന്ന് പോയി കടിക്ക അമ്മ ഒൻ്റെ പൊന്നോ ഒൻ്റെ. ഞാൻ എന്താ ചെയ്യാം, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ശരിക്കും പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ സമയം നമുക്ക് കിട്ടാത്ത പോലെയായിട്ട് ഇവരുടെ സ്നേഹത്തിന് മുന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടൈം കുറച്ച് ഇവർക്ക് കൊടുക്കാൻ നല്ലത്. നോക്കിയപ്പോ ഒരു കിടപ്പ് നോക്കിയേ, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും ഇങ്ങനെ ഈ സ്നേഹം അല്ലേ? ഈ സ്നേഹമൊക്കെ എവിടെ നിന്ന് കിട്ടും? ആ പിണക്ക് കൂട്ടം നോക്കിയേ. ഇവിടെ കിടത്തട്ടെ അമ്മ, ഇവിടെ കിടത്തട്ടെ എൻ്റെ പൊന്നുനെ. അവനൊന്നും എടുക്കട്ടെ ഏട്ടാ. ആ കല്യാണി കുട്ടി മർഡോണ എൻ്റെ പൊന്നേ. ഓ പൊന്നോ സങ്കടം തീർന്നില്ല ഞങ്ങൾക്ക്, സങ്കടം തീർന്നില്ല ഞങ്ങൾക്ക്. കണ്ടോ അമ്മേൻ്റെ അടുത്ത് തൊടാണ്ട് പോയി അമ്മങ്ങളെ. സങ്കടപ്പെടണ്ട കേട്ടോ, നല്ല കുട്ടിയായിട്ട് കളിച്ചോട്ടോ. ഇറങ്ങണ്ടേ അമ്മങ്ങനെ കൊണ്ടു നടന്നാൽ മതിയോ? അമ്മയ്ക്ക് എന്തോരം പണിയുണ്ടെന്ന് വിചാരോ? മാമക്ക് വെച്ച് തരണ്ടേ? അവിടെ ഇപ്പോൾ അമ്മാമ്മ എല്ലാ കാരണം രക്ഷപ്പെട്ടു. അങ്ങനെ ഇപ്പം എല്ലാവരും ഹാപ്പി. ഞാൻ പോയി ഒന്ന് കുളിക്കല്ല, എനിക്ക് പറമ്പിൽ ചെറിയൊരു പണിയുണ്ട്. വഴുതിനേക്ക് വടി കുത്തി കൊടുത്തിട്ടില്ല ഞാൻ, ആ കാര്യം മറന്നു. ഇനി അത് കുത്തിടക്കാൻ പോട്ടെ. ചെരുപ്പട്ടെ അവിടെ ശുക്രി പോ പിണക്ക് കുട്ടൻ. ഇത് അടുത്ത പിണക്ക് കുട്ടന്മാര്. നമ്മളെ ആദ്യം ഓരോ വടിക്ക് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് അവർക്ക് ആ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. കണ്ട മുന്നു കുത്തി കൊടുത്തിട്ടുള്ളത്. അത് കൊമ്പും ചില്ലിയും കൂടുന്നതിനനുസരിച്ചും പിന്നെ വഴുതിരിങ്ങി ഉണ്ടാകുമ്പോൾ അതിലെ വെയിറ്റ് വരല്ലേ. ചിലപ്പോൾ നമുക്ക് ഏലാങ്കിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ മണ്ണിലെ ഉറപ്പിടിച്ച കാരണം ഒന്ന് അമർത്തി കൊടുത്താൽ അവിടെ നിന്നോളൂ. വടി അമർത്തുമ്പോൾ താഴുണ്ട് കേട്ടാ.
ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും വീട്ടില്ല കേട്ടാ. ഇനി പ്രത്യേകിച്ച് ഇനി ഇന്ന് പറമ്പിൽ വേറെ ഒന്നും ചെയ്യാനും നിൽക്കണില്ല, കാരണം മഴ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പിടിച്ചിരിക്കണ കാര്യം നമുക്കിങ്ങനെ പുല്ലയിൽ ചെത്തുമ്പോഴേ കൈക്കൂട്ടുമ്പോൾ ഇങ്ങനെ അട പോലെ വരണേ, അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ പോവാം. ഞങ്ങളുണ്ടല്ലോ പറമ്പിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നോക്കിയേ, ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് വെണ്ടക്കായ്ക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ അമ്മയുടെ സാമ്പാറൊക്കെ ഇതാ വെക്കൽ കഴിഞ്ഞു കേട്ടാ. അപ്പോൾ എനിക്കിത് കണ്ടിട്ടുണ്ടെങ്കിലേ അമ്മയുടെ സാമ്പാർ അമ്മ ഇവിടെ വരണം, എന്നാലേ എനിക്ക് കഴിക്കാൻ പറ്റാറുള്ളൂ. കാരണം വീട്ടിൽ പോക്ക് എനിക്ക് കുറവാണ്, ഓണം വിഷു വരണം. പിന്നെയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് ഓടി വരിക, അതേ സ്പീഡിൽ അമ്മേനെ കണ്ട് തിരിച്ചു വരിക, അങ്ങനെയൊക്കെ ആട്ടാ. അപ്പോൾ അമ്മ സാമ്പാർ, പിന്നെ ഒരു പപ്പായ കൊണ്ട് തോരൻ വെച്ചു, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടാ, അതൊക്കെ അമ്മ ചൂടാക്കി വെച്ചു. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവാണ്. ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ രാവിലെ കേട്ടാ. കാലത്ത് വെറുതെ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുള്ള കാരണം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സഹായി. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. അത് മാത്രമല്ല കേട്ടാ, അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അമ്മയ്ക്ക് വെറുതെ ഇരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടും അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ സമ്മതിക്കണില്ലേ. അമ്മ ഇറങ്ങുമ്പോഴേക്കും അവർ അമ്മേൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അമ്മയ്ക്ക് പേടിയാവും. അത് മാത്രമല്ല ചിലപ്പോൾ അമ്മേനെ തട്ടിയിടും ചെയ്യും. അപ്പോൾ അത് പറ്റണില്ല അമ്മയ്ക്ക്. അപ്പോൾ അമ്മ ഇവിടെ എന്താ പറയുക, എനിക്ക് കുറേയൊക്കെ അമ്മയുടെ സ്വഭാവമായിട്ട് കിട്ടി നോക്കണത്. എൻ്റെ അമ്മയും ഞാനൊരു മിനിറ്റ് വരത്തിരിക്കുന്നത് കണ്ടിട്ടില്ല, എങ്ങനെയോ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ചെറുതിലൊക്കെ വീട്ടിൽ കൃഷി ഉണ്ടായിരുന്നു, അല്ലമ്മ പശു ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുഞ്ഞിത് ഇതൊക്കെ അമ്മ തന്നെയാണ് അന്നൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അമ്മയ്ക്ക് പക്ഷെ ഞാൻ ചെയ്യണപ്പോൾ നീ ഒന്ന് വെറുതെ അപ്പോൾ ഞാൻ ചോദിക്കാം അമ്മ ഇതേപോലെ അന്ന്. അപ്പം അത് അന്ന്. പക്ഷെ അമ്മമാർക്ക് എനിക്ക് തോന്നുന്നു കാണുമ്പോൾ വിഷമമുണ്ടല്ലേ. ഞങ്ങളങ്ങനെ ചായ കുടിക്കായിരുന്നു കേട്ടാ. ഒരു കഷ്ണം മതിയാ. ചിക്കൻ്റെ കൂടെ ദോശ നല്ല രസമ്മേ. നമ്മളെ സാമ്പാറൊക്കെ കഴിക്കണ പോലെ തന്നെയല്ലേ ചേട്ടാ ചിക്കൻ്റെ കൂടെ ദോശ. രസാ. അമ്മയുടെ സാമ്പാർ നല്ല രസാ. ഈ മഴയൊക്കെ ആയ കാരണം ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ അമ്മേനെ കൊണ്ട് ഒരു സാമ്പാറൊക്കെ അമ്മയുടെ സാമ്പാറൊക്കെ വെക്കണത് കാണിക്കണമെന്നൊക്കെ വിചാരിച്ചതാ. നല്ല മഴ, അത് കാരണം പുറത്തിറങ്ങിയിട്ട് അമ്മയ്ക്കൊന്നും വെക്കാൻ പറ്റാത്തതായത്. ഇത് നോക്കി ചേട്ടാ പപ്പായ. ഞങ്ങളന്ന് ഒരു ലാവിഷ് ഫുഡാ അമ്മയുള്ളത് കൊണ്ട് കേട്ടാ. അത് ഞങ്ങൾ ഈ അമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അത് ഇതൊക്കെ ഇരിക്കണാണ് ഇപ്പൊ ഒക്കെ ഇങ്ങനെ വെക്കും. ഈ ചിക്കനും കൂട്ടിട്ട് ദോശ കഴിക്കാൻ രസമാട്ടാ, ഭയങ്കര രസമാണ്. ഞാൻ ആദ്യം എറണാകുളത്തേക്ക് പോകുമ്പോ കടയിലേക്ക് പോകുന്ന സമയത്ത് ദോശയും ചിക്കനും ഞാൻ അടിച്ചിട്ട് വാ. അമ്മ ദോശയുടെ കൂടെ ചിക്കൻ എടുത്ത് വെച്ചേ. അമ്മയ്ക്ക് ദോശയുടെ കൂടെ സാമ്പാർ അല്ലെങ്കിൽ ചട്നി അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മതി, അങ്ങനെയാണ്. പക്ഷെ ഞാനിവിടെ വരുമ്പോൾ കഴിച്ച് നോക്കുന്നതൊക്കെ പറയും. അല്ലേ രസമല്ലേ, നല്ല രസമാണ് ആ ദോശയുടെ കൂടെ കഴിക്കുമ്പോൾ. അതിനെ ഞങ്ങളുടെ ഇന്നലത്തെ ചിക്കനായ കാരനെ ചൂടാക്കി വന്നപ്പോഴേ ചാറ് കുറഞ്ഞു. അതാണ് ഉണ്ടായി. ഇത്തിരി ചാറ് കൂടി ഉണ്ടെങ്കിൽ നന്നായി തന്നെ. ആ നമ്മുടെ പേളിക്കുട്ടി നോക്കിയേ. ഇതാ പേളിക്കുട്ടിക്ക് ഉഷാറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. വേദനയൊക്കെ ഇതിൽ കുറവായിട്ടുണ്ട്. ഇപ്പം എന്താണെന്നറിയോ, നമ്മൾ വരുമ്പോഴേക്കും അവൾക്ക് ഇവിടുന്ന് ഇപ്പം വരും കുറല്ലേ ചങ്ങല കിടന്ന് വലിയേ ആ. അപ്പോൾ അവൾക്ക് പുറത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ എന്നാലും അവൾ എത്രമാത്രം സൈലൻ്റായിട്ട് ഇരിക്കണേ. ഓടി നടന്നിരുന്ന ആൾ നമ്മൾ പറയുന്നതൊക്കെ കേട്ട് അതേപോലെ ഇരിക്കുന്നതിൻ്റെ വേദനയൊക്കെ കുറവായിട്ടുണ്ട്. ഞങ്ങൾക്ക് സുഖമായിട്ടുണ്ട് അല്ലേ പേളിക്കുട്ടിയെ? ആ സുഖമായിട്ടുണ്ട്. വാലോടാണ് മറുപടി, സുഖമായിട്ടുണ്ട് പാവം. അപ്പോൾ ഞാനിന്ന് എന്നിട്ട് എന്താ ഇറങ്ങിയത്, നമ്മുടെ വീട്ടിൽ കൃഷി നശിപ്പിക്കാനായിട്ട് ആളുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പേടിച്ചിട്ട് അവർ വരുന്നുണ്ട്. അപ്പോൾ ദേ ഇതാണ് കേട്ടോ ആ സാധനം കണ്ട. ആദ്യമായിട്ടാണ് നമ്മുടെ അവിടെ ഇത് കാണുന്നത്. ആഫ്രിക്കൻ ഒച്ചാണിത്. നമ്മുടെ അവിടെ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. ഇതുവരെ കണ്ടിട്ടില്ല. ഇതെങ്ങനെയാണ് ഈ വെള്ളത്തോടെ വന്നത്. അപ്പം എനിക്ക് തോന്നണത് ഈ വെള്ളം കയറിയപ്പോൾ എങ്ങനെയോ ഇവിടുന്ന് വന്നിട്ടില്ല. കാരണം നമുക്ക് അവിടെ അപ്പുറത്ത് തോടാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയോ വന്നിട്ടുള്ളതാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞ വഴിക്ക് ഞാൻ വേഗം ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ചാവുന്ന് കേട്ടിട്ടുണ്ട്. ഇനി വേറെ വല്ല രീതിയിലുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നോളൂ. ഇനി ആരെങ്കിലും വരാണെങ്കിൽ നമുക്ക് കൊല്ലാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അങ്ങനെ പിന്നെ ഈ വട്ടം പിന്നെ ഒരു ഭാഗ്യം നമുക്ക് നിൽക്കാൻ അറിയാം. മഴ പെയ്തിട്ട് ഈ വട്ടം നമുക്ക് വെള്ളം കയറിയിട്ടില്ല. കാരണം
മറ്റേത് അങ്ങനെയല്ല, ഒരാഴ്ചക്ക് മഴ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് നമ്മളെല്ലാ കൊല്ലം കാണാം വെള്ളം ഇങ്ങോട്ട് കയറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഫസ്റ്റത്തെ അതായിരിക്കും. ഈ വട്ടം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ നിൽക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ വേനലൊക്കെ ആകുമ്പോൾ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം താഴണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഹോളാണ് ഇട്ട് നോക്കുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് ആ വെള്ളം പോയി കഴിയുള്ളൂ. അതുകൊണ്ട് നിൽക്കണ ചെറിയ വെള്ളാട്ടാ. അങ്ങനെ ഈ വട്ടം മഴ നമ്മൾ അങ്ങനെ ഒന്ന് സഹായിച്ചിട്ടുണ്ട്. അയ്യേ ടൈസൻ തൊടല്ലത്. ഓ ടൈസൻ അതെന്താണെന്ന് വെച്ചാൽ അറിയാൻ പോയി. ടൈസൻ അംബ്രൂസും വാ 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 അങ്ങോട്ട് പൊക്കോ. അവരത് മണപ്പിക്കാണേ, പൊട്ടയല്ലേ. ഇനി അത് കുറച്ച് കഴിയുമ്പോൾ കൊടുത്ത് കളയണം ആ തോട്ടിലേക്ക്. എനിക്കറിയില്ല ആർക്കില്ല അറിയാണെങ്കിൽ അത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞോളോട്ടെ എനിക്ക്. ടൈസും കുട്ടാ നിങ്ങളെ ഇവിടെ നമ്മുടെ പേളുകുട്ടിയുടെ അടുത്ത് ഇരുന്നാൽ മതിട്ടാ. അംബ്രൂസി നിനക്ക് ഞാൻ മരുന്ന് തന്നതല്ലടാ. നിൻ്റെ ചൊറിച്ചിൽ അവിടെ മാറുന്നില്ല. ഗുളിക കഴിച്ചിട്ട് ഒരു ട്രിപ്പ് കൂടി ഡോക്ടറോട് പറഞ്ഞിട്ട് അവന് മരുന്ന് മേടിച്ച് കൊടുക്കണം. അത് ഭയങ്കര കടിയാന്നേ. എൻ്റെ പേളിക്കുട്ടി ഇവിടെ കയറി കിടന്നാൽ മതി കേട്ടോ. അവൾക്ക് ചവിട്ടി കിടക്കാൻ ഇഷ്ടം. ഞങ്ങൾ രാത്രി മാത്രം അവളെ അവിടെ നിന്ന് മുകളിലേക്ക് ഇടും. പകല് പിന്നെ അവൾക്ക് ഇവരൊക്കെ കണ്ടിട്ട് കിടന്നോട്ടെ വെച്ചിട്ട് അവളെ ഇവിടെ ഇടും കേട്ടാ. വേണ്ടിയിട്ട് ഇതാ പ്രീതി ഇത് നമ്മുടെ കൺമണിക്കുട്ടി ഒക്കെ വന്നിരിക്കട്ടാ. പിന്നെ കണ്ണൻ ആവണിക്കുട്ടി പേടിച്ചിട്ട് നിൽക്കണ്. കണ്ണൻ അവൾക്ക് കണ്ടാ ഭയങ്കര പേടിയാ. കല്യാണി കുട്ടിക്ക് പേടിയല്ലോ. കുറയ്ക്കളൊക്കെ എന്ത് പ്ലാറ്റിന് പ്ലാറ്റിന് കുട്ടി അവനും കുറയ്ക്കണ്. ബോൾട്ടു റൊണാൾഡോ പേടിക്കണ്ട. ഇതൊക്കെ നമ്മുടെ ആൾക്കാരാടാ എല്ലാവരും നമ്മുടെ ആൾക്കാരാടാ. പിന്നെ എന്തിനൊക്കെ കുറയ്ക്കണേ? ആ കാലില് കുറവല്ലേ, തീരില്ല. നല്ല വെയിറ്റ് ഇല്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. ഒരു കല്യാണിയാണ് ഇത്തിരി വെയിറ്റ് കുറവ്. അവൾക്ക് ആ പെൺകുട്ടിയുടെ വെയിറ്റ് കുറവ് കാണിക്കുന്നുണ്ട്. കല്യാണി പതുങ്ങിണ്ടാവും. കല്യാണി ഇത് നോക്കട്ടെ, നോക്കട്ടെ. ഇത് റൊണാൾഡോ അല്ലല്ല മർഡോണ. നമുക്ക് തിരിച്ചറിയുന്ന പുറഭാഗമാണ് മർഡോണ. മെസ്സിക്കുട്ട വന്നേ. ആ ഇടുക്ക് കല്യാണി അല്ല കല്യാണിന്റെ ഇടുക്ക് കൺമണിയാ. കൺമണിക്ക് പൊന്തുണ്ടാ? അത് മെസ്സിക്കുട്ടെ. ഇത് മെസ്സി. ഇതാണ് മെസ്സി. നെയ്മർ കാട്ടിത്തരാം. അത് പ്ലാറ്റിന് നെയ്മർ കാട്ടിത്തരാട്ടാ. ഇതാണ് നെയ്മർ. ഇല്ല നെയ്മറാ. ഇത് നെയ്മറേയും ബോൾട്ടിനും നമുക്ക് നന്നായി ശ്രദ്ധിക്കണം. അത് ബോൾട്ട്. സൗണ്ട് എല്ലാവർക്കും ഉണ്ട്. നന്നായി കുറയ്ക്കും എല്ലാവരും. കല്യാണിയെ പേടിയാ കല്യാണിക്ക്. അയ്യോ എന്തൊരു പേടിയാന്നറിയോ? ഓ ഇല്ലടാ ഒന്ന് പേടിക്കണ്ട കേട്ടോ. ഓ അവൻ കുറയ്ക്കലോ ഫ്ലാറ്റിന് റൊണാൾഡോ പെട്ടു. ഇത് റൊണാൾഡോ നല്ല വെയിറ്റാ പോക്കുമ്പോ. ആദ്യമൊക്കെ ഞാൻ കോട്ടിലേക്ക് ഇടുമ്പോൾ രണ്ടുപേരെ കൊണ്ടുപോകും. ഇപ്പൊ ഒരാൾ തന്നെ എടുക്കുമ്പോ ഞാൻ പറയും ഓ ഇല്ലൊരു പൊന്നു എൻ്റെ മോളെ ഇവിടെ ഇരുന്നോ കേട്ടാ, പേടിക്കണ്ട. ഓ ഭയങ്കര പേടിയാ കല്യാണി കേട്ടാ. ആരൊക്കെ പക്കിരിക്കോ. പറ്റണ്ട. രണ്ടുപേരും കൂടി എടുക്കും വേണ്ട. കല്യാണി കുഞ്ഞിതാ, ചെക്കന്മാർ വേഗം വലുതാവിട്ട്. വാടാ നിന്നെ വെയിറ്റ് ഉണ്ട്. മിച്ചി അടിച്ചുകൊണ്ടൊരു കല്യാണി ചീത്ത നോക്ക്. ഇതാ നോട്ടെ. ഇത് നമ്മുടെ നെയ്മർ കണ്ട. അതല്ല നെയ്മറിന്റെ മൂക്ക് വേണ്ട, ചെറിയ റെഡ് കളർ ഉണ്ട്. ഇതാണ് ബോൾട്ടിന്റെ എന്താ അവന്റെ
എന്റെ പൊന്നോ എന്റെ മോന്റെ അടുത്ത് മിണ്ടാവില്ല. നെയ്മർ പറയാത്തോടുണ്ടാവും. നെയ്മറേ ഇതാരാന്ന് വെച്ച് എന്റെ മോന് പാപ്പു കൊണ്ടൊരു പാപ്പു തൊടണ്ട. എന്താ ഹാപ്പി അയ്യോ അങ്ങനെ മേടിക്കില്ല. നെയ്മർ മേടിച്ചല്ലോ നമ്മള് കുട്ടികളെ പറയണ പോലെ. ഇത് ഒരുവിധം എല്ലാവരായിട്ട് എടുക്കും. അതാണ് നെയ്മർ തൊടണ്ടാന്ന് പറഞ്ഞിട്ട് അവള് മാക്സിമം എടുക്കാൻ നോക്കിയത്. മെസ്സിക്കുട്ട നല്ല സൈലന്റാ, നല്ല രസമായിരിക്കും. നോട്ടെ മെസ്സി അല്ലേ? ആ മെസ്സിയാ അല്ല മെസ്സിക്കുട്ടനൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ആ കല്യാണിയുടെ പുറത്ത് നമ്മുടെ പേലുകുട്ടിയുടെ പോലെ തന്നെ കളറുണ്ട്. ആ കല്യാണി എങ്ങനെയാ നെയ്മർ കുട്ടാ അമ്മയുടെ നെയ്മറേ വാ നെയ്മർ വാടാ. എന്റെ മോനെ എന്തിനാ പേഴ്ക്കുരച്ചേ? അമ്മയുടെ മോനല്ല അത്. എന്റെ മോനെ തൊടുന്നത് ഇഷ്ടായില്ലേ? എന്റെ മോൻ പാവല്ലേ? എന്റെ മോൻ നല്ല ശൂരതി ഉണ്ട്. എന്താ അവളുടെ അടുത്ത് കാണിക്കണേ? ആവുന്നിട്ടില്ല ചേട്ടാ. ഡാലെടുത്തേ കേറ്റ് പിടിക്കില്ലേ? ഡാലെടുത്തേ പറയും. അപ്പൊ എന്റെ എത്താത്തൊരു ദിവസം എത്രയൊക്കെ ഉള്ളോട്ടെ വിശേഷങ്ങള്. അപ്പൊ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.